ഫണ്ണി എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിലാണ് ചെയ്തത്. പക്ഷെ ചെയ്തു വന്നപ്പോ ഒരു രക്ഷലാ സംഭവം. വീഡിയോ മുഴുവനായിട്ട് കാണട്ടാ. 2000 years later. This channel does not promote or promotion any illegal activities. All content provided by this channel is meant only for ഫ്രണ്ട്സ്. അപ്പോൾ നമ്മ അങ്ങനെ ഒരു അതിഭയാനകമല്ലാത്ത ഒരു ചെറിയൊരു മുളങ്കാട്ടിക്ക് പോകണ്ട. അപ്പോൾ നമുക്ക് 2 മുളേണ്ട ആവശ്യമുള്ളൂ. കണ്ട ഇവിടെ ഇഷ്ടംമാതിരി മുളയുണ്ട്. കണ്ട നല്ല വണ്ണത്തിൽ സൈസ് സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യുമ്പോൾ വണ്ണം കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതൊരെണ്ണം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കട്ട് ചെയ്യാണ്. ഒരു ഹെവി സാധനം നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തുമ്പ് ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഭയങ്കര വണ്ണം എടുത്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഈ ഒരു വണ്ണം കുറഞ്ഞ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആവശ്യത്തിന്. കുറേ മുളകെടുത്ത് ആകെ ഒരെണ്ണം വെട്ടിയുള്ളൂ കേട്ടോ. കാരണം ബാക്കിയുള്ളതൊക്കെ ഭയങ്കര വണ്ണമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വേറെ സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൂടി വെട്ടാം. നമ്മൾ അടുത്ത മുളയും വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കണം. മൊത്തത്തിൽ 3 പീസാണ് എടുത്തേക്കണേ. 2 ഒരളവിലുള്ള പീസും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇതപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 2 ചെറിയ കഷ്ണം മുള നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് അളവ് നോക്കിയിട്ട് എവിടെയെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മുള്ളാണ് എടുത്തിട്ടുണ്ട്. മടിച്ചു കൊടുക്കാം കേട്ടോ. മുള്ളാണ് അടിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ കണ്ട ഇത് തന്നെ നിൽക്കണ്ട്. നന്നായിട്ട് കയറും വെച്ച് ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ 2 പാടത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി 2 അഴിച്ച് ഓരോന്നോരോന്നാക്കി സെറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സ്റ്റനിഡേസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നേരത്തെ വെട്ടിക്കൊണ്ടുവന്ന മുളയാണ്. അത് ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെയും കയറിട്ടി അവിടെയും കയറിട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ടെസ്റ്റിംഗ് ടൈം ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഒരു പ്രാക്ടീസ് ഇല്ല. സക്സസ് ആവുമെന്ന് തന്നെ ഉറപ്പില്ല. കാരണം നടക്കാൻ പറ്റുമെന്ന് ഭയങ്കര റിസ്ക്കാണ്. എന്നാലും ചെയ്ത് നോക്കാം എന്തോരം പറ്റുമെന്നുള്ളത്. അപ്പോൾ അതെല്ലാം നടന്നു നോക്കാം പറ്റുമെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ നവംബർ 31-ാം തീയതി വരെ നമ്മുടെ ചാനലിലേക്ക് വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിവ് പങ്കെടുക്കാനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചിട്ടുണ്ടാവാം. ചുരുങ്ങിയത് ഒരു കമൻറ്റെങ്കിലും ഇട്ടുണ്ടാവും. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. എന്നാലും നമുക്ക് ഗിവ് പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ. പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് TV അല്ലെങ്കിൽ മൊബൈൽ ഫോൺ. ഇതിൽ ഏതെങ്കിലും ഒരു ചൂസ് ചെയ്യാൻ പറ്റും. 32 ഇഞ്ച് LED TV ആണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 31-ാം തീയതി നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. എല്ലാവരും മാക്സിമം ഗിവ് എന്തായാലും പങ്കെടുത്തിട്ടുണ്ടാവണം കേട്ടോ. ഓവാ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതുവരെ നടന്ന് നോക്കിയിട്ടില്ല. ഇതൊന്നും നിന്ന് പോലും നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും നോക്കാം. പറ്റുമോ ഇല്ല എന്നുള്ള ഉറപ്പില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലെങ്കിൽ എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് കയറി ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് തന്നെ ആദ്യം നോക്കട്ടെ കേട്ടോ. ഉറപ്പില്ല. നോക്കാം നമുക്ക് എന്തായാലും. നല്ല ഹൈറ്റിന് കേട്ടോ. എടാ ഇതിലും ഹൈറ്റിലേക്ക് സർക്കസ് ചെയ്യാം. എന്നാലും നമുക്ക് നോക്കാം. ഇത് തന്നെ നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. വീണ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് നമുക്ക് നടക്കാം. ആദ്യം ബാലൻസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാട്ടോ. ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റി. അത്ര നടന്ന തന്നെ ഭാഗ്യം. അത്ര നടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല കേട്ടാ. നോക്കട്ടെ ഒന്നുകൂടി. അപ്പോൾ ഒരു ട്രെയിൻ കൂടിയിട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നടക്കാൻ പറ്റിയിട്ടാ. അത്ര നടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്നാലും അത്യാവശ്യം പെടായിട്ട് നടക്കാൻ പറ്റി. ഞാൻ വിചാരിച്ച് ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും ശരിയെന്ന് തന്നെ വിചാരിച്ചത്. കുഴപ്പമില്ലാണ്ട് പറ്റുന്നുണ്ട്. നോക്കട്ടെ എന്നാലും. അപ്പൊ ഈ നിൽക്കാനുള്ള സാധനം കെട്ടിയേക്കണ നമ്മ 1 മീറ്റർ ഹൈറ്റിലുണ്ടാ. നോക്കട്ടെട്ടാ. പ്രാർത്ഥി ചെയ്യുമ്പോഴോ നിൽക്കാൻ പറ്റാതെ സാധാരണ ചെയ്ത് നോക്കാം. അത്യാവശ്യം അടിപൊളിയായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. കല്ല് ബാലൻസ് ബാലൻസ് ബാലൻസ്.
അധികം നടക്കാൻ പറ്റില്ല കേട്ടോ, കുഴപ്പമില്ല. നോക്കട്ടെ, വേറെ ഒന്നുകൂടി നടന്ന് നോക്കാം. തിരിഞ്ഞ് നോക്കട്ടെ. യെസ് യെസ് യെസ്. കയ്യും കല്ലാരനെ വേഗം തെറ്റി. ഒരു പ്രാവശ്യം ബാലൻസ് കിട്ടിയെന്നും പറഞ്ഞ് എപ്പോഴും കിട്ടണില്ല. നോക്കട്ടെ ഏട്ടാ, നടക്കാൻ പറ്റും നോട്ടെ. ഒരു പ്രാവശ്യം ബാലൻസ് കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാ പ്രാവശ്യം കിട്ടണില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ ഓ കേസ്. അപ്പോൾ നല്ല വെയിലുണ്ട്, നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട്. അടിയിൽ നോക്കിയാലേ മെയിനായിട്ട് നടക്കാൻ പറ്റുള്ളൂ. കല്ല് കല്ല് ഫുള്ള് കല്ലുണ്ട് കേട്ടാ, കരിങ്കല്ല് കിടക്കണ്ട. എപ്പോഴും ഒഴിപോലല്ല, ബാലൻസ് നല്ല. വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ നമുക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയായിരുന്നു. ആകാശ് എന്നാണ് പേര്, കൂളിമുട്ടത്താണ് വീട്. ചെക്കൻ്റെ 8ലും 9ലും ഞാൻ പഠിക്കണേ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു ടൈമിൽ നമ്മളൊരു സബ്സ്ക്രൈബറിനെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര അടുത്തേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ ഒട്ടും പറ്റില്ല. അത്യാവശ്യം ഒരു ഈ ഒരു റേഞ്ചിൽ ഡിസ്റ്റൻസിൽ പിടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, അത്രയൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത്രയും കൂടി ഒട്ടും വിചാരിച്ചില്ല അത്ര നടക്കാൻ പറ്റും സത്യമായിട്ടും. പക്ഷെ അത്യാവശ്യം ബാലൻസ് കിട്ടുന്നുണ്ട്. ഓ പിന്നെ കാല് കറക്റ്റ് ഗ്രിപ്പില്ല. ഒന്നാമത് ഭയങ്കര സ്മൂത്താണല്ലോ, കാരണം ഗ്രിപ്പില്ലാതെ നിർത്തി നോട്ടെ. അപ്പോൾ ആരും ചെയ്ത് നോക്കരുത് കേട്ടോ, പ്രത്യേകം പറയാണ്. ആരും വീട്ടിൽ എങ്ങനെയായാലും എന്തുകൊണ്ടും ചെയ്ത് നോക്കരുത്, ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളിപ്പോൾ ബാലൻസ് കിട്ടാണ്ട് ചിലപ്പോൾ ഒട്ടും ചിലർക്ക് ബാലൻസ് കിട്ടിയെന്ന് വരില്ല, ആകെ സീനാണ്. ചിലപ്പോൾ കൈ കാലൊക്കെ ഒടിഞ്ഞെന്ന് വരാം. ഒട്ടും ചെയ്ത് നോക്കരുത് കേട്ടോ. കൈ നല്ല വേനുണ്ട് കേട്ടോ, ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട്. ഈ ഒരു ഷോട്ട് മലപ്പുറം വീണത് കേട്ടാ. അപ്പൊ മനസ്സിലായാലും എന്തായാലും കമന്റ് ചെയ്യും, ചിലർക്ക് മനസ്സിലായിണ്ടാവില്ല. അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മ വടി കുത്തി നടക്കണ വീഡിയോ ആണ് ചെയ്തത്. കാല് അവിടെ കുത്തി കല്ലുമ്മ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മ വടി കുത്തി നടക്കണ വീഡിയോ ആണ് ചെയ്തത്. അവര് കൈ കുത്തി നടക്കണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ നമുക്ക് അത് കൂടി ചെയ്യാട്ടാ. അപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ എന്തായാലും നമ്മൾ ഈ ചെറിയ ഫൺ എക്സ്പെരിമെന്റ് വീഡിയോ ആണ്. അതായത് ഉറപ്പുണ്ടായില്ല ഇതില് ബാലൻസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അതാണ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞത്. കേട്ടോ, നോക്കിയേ ബാലൻസിങ് നല്ല പാടാണ് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്, ഞാൻ കറക്റ്റ് അളവ് കൊടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചു വെച്ചോ. അപ്പൊ ഗിവലും പങ്കെടുക്കാം, വീഡിയോക്ക് ലൈക്കും ആവും. അതുപോലെ തന്നെ എന്താ പറയാ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചു വെച്ചോ. ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിച്ചോ. അതിന്റെ കാരണം താഴെ എന്തായാലും കമന്റ് ചെയ്യുക. പിന്നെ ഗിവലും എന്തായാലും പങ്കെടുക്കുക എല്ലാവരും. അപ്പോൾ ഇതിൽ നല്ല എല്ലാ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ ഓക്സ്റ്റേണിയസ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മിന്നിടുന്ന ഹെവി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല വീഡിയോകളായത് വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്. Hide behind redemption, honesty.